ഈ പണം ചോദിക്കുമ്പോൾ ഇന്ന് തരും, നാളെ തരും, അടുത്ത മാസം തുറക്കും, മറ്റന്നാൾ തുറക്കും. ഇന്നലെ മൻസൂറിന്റെ വീഡിയോ ഇതിൽ വന്ന് അടുത്ത മാസം തുറക്കും, പൈസ തരാമെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പൊ തന്നെ 15 കുടുംബങ്ങൾ ഷക്കൂറിൽ നിരാഹാരം കിടക്കുകയാണ്. 15 കുടുംബങ്ങൾ ഇപ്പൊ അവിടെ കിടക്കുകയാണ്. അപ്പൊ ഇന്നലെ അങ്ങേര് ഒരു വോയിസ് ഇട്ടിരിക്കുന്നത്, നിങ്ങൾ ഈ സമരത്തിൽ പങ്കെടുക്കൽ നിങ്ങൾക്ക് പൈസ തരൂല്ല എന്ന് ഇങ്ങനെ ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ഇനി ഇങ്ങനെ ഭീഷണിക്കൊന്നും ആരും വഴങ്ങൂല. മൻസൂറിന്റെ ഭീഷണി പണ്ടായിരുന്നു. ഇനി ആരും ഈ മൻസൂറിന്റെ ഏജന്റിന്റോ ഭീഷണിക്കുന്ന ആരും വഴങ്ങൂല. ഇന്ന് അങ്ങേര് മുന്നിൽ വന്ന് നിന്ന് പിടിച്ചു നിർത്തി പൈസ വാങ്ങിക്കാനുള്ള ചങ്കൂറ്റ ഈമാനും നമുക്കുണ്ട്. പക്ഷെ ഇങ്ങേര് പൈസ തരാതെ ഇവിടെ നിന്ന് മുങ്ങിയാൽ ഇങ്ങേരെ പരലോകത്ത് വെച്ച് ഇങ്ങേര് ഈ ഭൂമിയിൽ വെച്ച് ഇങ്ങേരെ ഭാര്യ മക്കളുടെ സന്താന പരമ്പര ശരീരങ്ങൾ വൃണങ്ങളായി പൊട്ടി ഒലിച്ച് വസ്ത്രങ്ങൾ നടക്കുന്ന ഒരു അവസ്ഥ ഇങ്ങനെ ഉണ്ടാകും. നാളെ പരലോകത്ത് പടച്ചോന്റെ കോടതിയിൽ ഇങ്ങനെ നരകത്തിലേക്ക് വലിച്ചെറിയുന്ന അവസ്ഥ ഉണ്ടാകും. പക്ഷെ ഈ ഞങ്ങളൊരു മതത്തിന്റെ ഒരു രീതിയുണ്ട്. ആരെങ്കിലും ഭൂമിയിൽ പൈസ കൊടുക്കാനുണ്ടെങ്കിൽ നാളെ പരലോകത്ത് ഈ പൈസ എല്ലാം വാങ്ങിച്ചു കൊടുത്തതിന് ശേഷം ഇങ്ങനെ വിടുള്ളൂ. പക്ഷെ നമ്മളെ പൈസ തരാതെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മളെ പാവങ്ങളെല്ലാം ഈ മനുഷ്യന്റെ കിതാബിലേക്ക് ഇട്ടി കത്തിക്കാൻ നരകത്തിലേക്ക് വലിച്ചെറിയും. അതാണ് ഖുർആൻ എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളെ പൈസ തരിക. ഇങ്ങനെ യഥാർത്ഥ ഒരു മുസ്ലിം ആണെങ്കിൽ പൈസ തരും. യഥാർത്ഥ ഒരു മുസ്ലിം ആണെങ്കിൽ ഇങ്ങനെ കൂട്ടാളിയും. യഥാർത്ഥ മുസ്ലിം ആണെങ്കിൽ പൈസ തരും.